കാത്തിരിക്കുക. ഇപ്പോൾ ഈ ആക്ഷേപം ഉന്നയിച്ച യുവതി തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. താങ്കളുടെ ശബ്ദം, താങ്കളുടെ വേദന, താങ്കൾക്കുണ്ടായ അനുഭവം അത് നേരിട്ട് ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഈ ആശുപത്രിയുടെ ഭാഗത്തു നിന്നും 13 വർഷം ജോലി ചെയ്ത ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ നിന്നും ഇത്തരമൊരു അനുഭവം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് ഞെട്ടിക്കുന്നതാണ്. കാരണം മറ്റ് ആശുപത്രികളിലും ഇങ്ങനെയൊക്കെ നടക്കുന്നു എന്നത് ഞങ്ങളെ സംബന്ധിച്ചും അങ്ങേയറ്റം ഞെട്ടിക്കുന്നതാണ്. ഒരുപക്ഷെ മലയാളികൾക്കും അതൊരു പുതിയ അനുഭവമാവും. ഈ ആശുപത്രി കേന്ദ്രീകരിച്ച് മുൻകാലങ്ങളിലും ഇങ്ങനെ ഏജന്റുകളുടെ ഇടപെടൽ നടക്കാറുണ്ടോ? ഹലോ, ചോദിച്ചത് കേട്ടോ? ആശുപത്രിയില് ഈ ആശുപത്രി കേന്ദ്രീകരിച്ച് മുമ്പും ഇങ്ങനെ അവയവം ആവശ്യമുണ്ടോ എന്ന തരത്തിൽ ഏജന്റുമാരുടെ ഇടപെടലുകൾ ആ ആശുപത്രിയിൽ ഉണ്ടാവാറുണ്ടോ? നടന്നിട്ടുണ്ട്. ഉണ്ടല്ലേ? ഇത് ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷമോ അങ്ങനെയല്ല, വർഷങ്ങളായിട്ട് ഇത് ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ട് പോകുന്നതാണ്. ഇപ്പോഴല്ലേ ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയേക്കുന്നത്. ഈ ഷാജി എന്നൊരു വ്യക്തിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇതുപോലെ പലരും ഉണ്ടോ അവിടെ? ഉണ്ട്. ഷാജി എന്ന വ്യക്തി മാത്രമല്ല, പലരും ഉണ്ട്. ഷാജി എന്ന വ്യക്തി തന്നെ ലേശോള് ഒരു 10 വർഷത്തിന് മേലി അവിടെ ഈ വർക്ക്, അതായത് ഈ അവയവദാന വർക്ക് ചെയ്ത് തുടർന്നു പോന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ ലേശോറുകാർക്കാണെങ്കിലും അയാളോട് കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഇതിൽ ആശുപത്രിക്ക് എന്താണ് ഇതുകൊണ്ടുള്ള നേട്ടം? അവിടെ ശസ്ത്രക്രിയ നടത്തും എന്നതാണോ, അതോ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും? അവിടെ ശസ്ത്രക്രിയ നടക്കുമല്ലോ. ഇപ്പൊ ഒരു പേഷ്യന്റും ഡോണറും വന്നു കഴിഞ്ഞാൽ അവർക്ക് അതനുസരിച്ചുള്ള വരുമാനം ഉണ്ടാവുമല്ലോ. ഏറ്റവും കൂടുതൽ ഈ അവയവദാനം നടക്കുന്നതും അവിടെ തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. എങ്ങനെയാണ് ഈ ഡോണേഴ്സിനെ ഇവർ കണ്ടെത്തുക? അതിനുള്ള വഴി എന്താണ്? അതിനുള്ള സംവിധാനം എങ്ങനെയാണ്? ഡോണേഴ്സിനെ കണ്ടെത്തുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് ആദ്യം മുതലേ, വർഷങ്ങൾക്ക് മുമ്പ് മുതലേ അവരുടെ ഇതിലേക്ക് ഡൊണേറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ള ആൾക്കാർ തന്നെ, അവരെ വെച്ചുകൊണ്ട് തന്നെ അടുത്ത ആൾക്കാരെ ഇവര് പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അവയവദാനം കഴിഞ്ഞു പോയ ആൾക്കാരെ ഇപ്പൊ ഞാൻ കൊടുത്തതാണെന്ന് അറിഞ്ഞു കഴിയുമ്പോ എന്നിൽ വന്ന ആൾക്കാരെ ഇവർക്ക് മുട്ടിച്ചു കൊടുക്കണമെന്നുള്ള നിബന്ധനയിൽ പോയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഇവര് ക്യാൻവാസ് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റൽ പരിസരത്ത് തന്നെ. അപ്പൊ എന്തെങ്കിലും തുച്ഛമായ എന്തെങ്കിലും അവർക്കൊരു സഹായം പോലെ കൊടുക്കാറുമുണ്ട്. അപ്പൊ ആ രീതിയിൽ അവര് ഡോണർമാരെ ക്യാൻവാസ് ചെയ്തെടുത്തിട്ട് പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയും അല്ലാതെ വേറെയുള്ള സ്ഥലങ്ങളിൽ നിന്നും അറിഞ്ഞ് ഇന്ന ആൾക്കാർ ഇന്നത് ചെയ്യുന്നുണ്ടെന്ന് അറിയുമ്പോഴത്തേക്കും, ഈ ഡൊണേറ്റിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിയുമ്പോഴത്തേക്കും എളുപ്പ വഴിക്കായിട്ട് ഇവരെ കോണ്ടാക്ട് ചെയ്യും. അപ്പൊ ഇവരുടെ കസ്റ്റഡിയിൽ 100ഓളം ആൾക്കാരുണ്ടാവും. ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള ആൾക്കാരെല്ലാരും ഇവരുടെ കസ്റ്റഡിയിൽ ഉണ്ടാവും. ഇവര് ചിലരെയൊക്കെ ടെസ്റ്റ് ചെയ്ത് ഓക്കെ ആക്കി നിർത്തിയിട്ടുണ്ടാവും. അപ്പൊ വരുന്ന പേഷ്യന്റിനെ അവർക്ക് ക്രോസ് മാച്ച് ചെയ്ത് നോക്കും. ഒരാൾ ക്രോസ് മാച്ച് ചെയ്ത് നോക്കിയിട്ട് പറ്റുന്നില്ല എങ്കിൽ അടുത്ത ആളെ ക്രോസ് മാച്ച് ചെയ്യിക്കും. അങ്ങനെ ആ പേഷ്യന്റിന് ഓക്കെ ആവുന്ന കാര്യങ്ങൾ എത്തുന്ന വരെയുള്ള കാര്യങ്ങൾ അവർ ചെയ്യും. പിന്നെ കമ്മിറ്റി ആണെങ്കിലും DSP ഓഫീസിൽ കൊണ്ടുപോകണതാണെങ്കിലും ഇവര് പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളായിരിക്കും അന്നവര് പറയുന്നത്. ഇവര് പഠിപ്പിച്ചാണ് വിടണത്. ഇന്നതുപോലെ പറയണം. ഇപ്പൊ ബന്ധുവാണെന്നോ അവിടുത്തെ ഡ്രൈവർ ആണെന്നോ അല്ലെങ്കിൽ അവിടുത്തെ വേലക്കാരത്തിയാണെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചാണ് ഇവര് വിടാറുള്ളത്. ഇവരെന്ന് ഉദ്ദേശിച്ചത് ഏജന്റ് ആണോ, ആശുപത്രിയുടെ ആളുകൾ? ഏജന്റ് ആശുപത്രിക്കാരല്ല, ഏജന്റുകാരാണ് കാര്യങ്ങളും ചെയ്ത് ഡോണറിന്റെ കാര്യങ്ങളും പേഷ്യന്റിന്റെ കാര്യങ്ങളും എല്ലാം ചെയ്ത് പിന്നെ ഓക്കെ ആക്കി സർജറിക്ക് ആയിട്ട് പാകപ്പെടുത്തി ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. ഇപ്പം ഒരു പേഷ്യന്റ് ആശുപത്രിയിൽ എത്തിയാൽ സ്വാഭാവികമായും നിയമ നടപടികൾ പാലിച്ചാൽ ആ ആശുപത്രിക്ക് സർജറി നടത്താവുന്നതേ ഉള്ളൂ. അവയവമാറ്റ സംവിധാനങ്ങളുള്ള ആശുപത്രികൾക്ക് നടത്താം. പക്ഷേ ഇവിടെ ആശുപത്രി കുറ്റക്കാരാവുന്നത് എങ്ങനെയാണ്? കാരണം ഏജന്റിന്റെ ഇത്തരം അനധികൃത നീക്കങ്ങൾ ഇത് തെറ്റായ, അല്ലാതെ പണം കൊടുത്തുള്ളതാണ് ഈ അവയവദാനം എന്നത് ആശുപത്രി അധികൃതരും കൃത്യമായി അറിയുന്നുണ്ടോ? ഈ അവയവദാനം ചെയ്യുന്ന വ്യക്തികള് ബന്ധുക്കളല്ല എന്നുള്ളത് ആശുപത്രിക്കാർക്ക് അറിയാം. ആസ്പത്രിയിൽ ടെസ്റ്റിനായിട്ട് വരുമ്പോ പിന്നെ ഫസ്റ്റ് ഡോക്ടറെ കാണാൻ വരുമ്പോഴും ഇവര് ബന്ധുവല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഹോസ്പിറ്റലുകാർക്ക് അറിയാതിരിക്കാൻ വഴിയില്ല. കാരണം ബന്ധുക്കളാണെങ്കിൽ ഇത്രയും സമയം എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യം വരുന്നില്ല ഡൊണേറ്റിന്റെ കാര്യമായിട്ട്.
ഒരു ബന്ധുവാണെങ്കിൽ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ പേപ്പർ കാര്യങ്ങളെല്ലാം റെഡിയാക്കി ഡൊണേഷൻ നടക്കും. പക്ഷെ വേറൊരു അത് റിലേറ്റഡ് ആയിട്ടല്ലാത്ത ആൾക്കാരാണെങ്കിൽ താമസമുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ ഡോക്ടർ ഇപ്പൊ ഹോസ്പിറ്റലിൽ തന്നെ പുറം രാജ്യത്തുനിന്ന് തന്നെ ഹിന്ദിക്കാര് പേഷ്യന്റ്, ഹിന്ദിക്കാർ പേഷ്യന്റിനെ ഡൊണേറ്റ് ചെയ്യണ മലയാളി ഡോണർ ആയിരിക്കും. അപ്പൊ അവരുമായിട്ട് എന്ത് ബന്ധമുള്ളത് ഹോസ്പിറ്റലുകാർക്ക്? അല്ല, പേഷ്യന്റിനും ഡോണറുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അപ്പൊ ഹോസ്പിറ്റലിൽ വന്ന പേഷ്യന്റ് ഇപ്പൊ ഹിന്ദിക്കാരാണ് അല്ലെങ്കിൽ അറബിയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഡോണർ മലയാളീസ് ആണ്, ഒരു പാവപ്പെട്ട സ്ത്രീ ആണെങ്കിൽ അവരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളത് ആർക്കും മനസ്സിലാകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ അവരറിയുന്നില്ല എന്ന് പറയുന്നത് തെറ്റായ ധാരണയാണ്. ഈ ഡോണേഴ്സിനെ ഇവർ കണ്ടെത്തുന്നത് ഇപ്പം കേരളത്തിൻ്റെ മറ്റ് പല സ്ഥലങ്ങളിലേക്കും ഈ പണ്ട് ആദിവാസി മേഖലകളിൽ നിന്നൊക്കെ ആളുകളെ കണ്ടെത്തുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ചില ആക്ഷേപങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ബോധ്യപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ശ്രമങ്ങൾ ഉണ്ടാവുന്നുണ്ടോ? ഉണ്ടാവുന്നുണ്ട്. കാരണം തീരെ അറിവില്ലായ്മ ഉള്ളവരാണെങ്കിൽ നിസ്സാര പൈസ കൊടുത്താണ് ഡൊണേറ്റിന് കൊണ്ടുവരുന്നത്. എനിക്ക് വ്യക്തമായിട്ടൊന്നും അറിയില്ലെങ്കിലും എന്നാലും അറിയാം എന്ന് പറഞ്ഞ് ഇവരുടെ ഇടയിൽ തന്നെയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ തമിഴന്മാര് അവിടെ ഡൊണേറ്റിന്റെ ഭാഗമായിട്ട് കൂടുതലും വരാറുണ്ടായിരുന്നു. തമിഴന്മാര് കൊണ്ടുവന്ന ഡോണറായിട്ട് വന്ന പാവപ്പെട്ട പെണ്ണായാലും ആണായാലും അവർക്ക് വിദ്യാഭ്യാസമോ കാര്യങ്ങളോ നല്ല രീതിയിലില്ല എന്നുള്ള ആൾക്കാരായിരിക്കും കൂടുതലും. അവർക്ക് 6 ലക്ഷം 5 ലക്ഷം രൂപ വരെ കൊടുത്തിട്ടാണ് ഈ ഡൊണേറ്റിന്റെ കാര്യങ്ങൾ ചെയ്യണത്. പക്ഷെ അവർക്ക് ഏജന്റിന് കിട്ടുന്നതോ അതിന്റെ ഇരട്ടി അവരുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അറിയാൻ പാലാത്ത ഈ ആദിവാസി ജനങ്ങൾ അവർക്കും ഇതിനെപ്പറ്റി അവർക്ക് ഇപ്പൊ സംബന്ധിച്ച് ഒരു 10 ലക്ഷം രൂപ ഇപ്പം അറിയാവുന്ന ഒരാൾക്ക് കൊടുക്കുന്നതും അറിയാൻ പാലാത്ത ഒരാൾക്ക് അതും സാമ്പത്തിക ഒരു 3 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷം രൂപയാണ്. അവർക്കത് ഏറ്റവും വലുതായിരിക്കും. ആദിവാസിയിൽപ്പെട്ടത് 1 ലക്ഷം രൂപ തൊട്ട് അങ്ങോട്ട് അവർക്ക് ഏറ്റവും വലിയൊരു തുകയാണ്. അപ്പൊ അവർക്ക് കിട്ടുന്ന 3 ലക്ഷം അല്ല 5 ലക്ഷമാണ് അവർക്ക് കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചെങ്കിൽ പറയണമെങ്കിൽ അവർക്ക് അറിവില്ലായ്മ കൊണ്ട് സമ്മതിച്ചിട്ട് അവര് വന്ന് കൊടുത്തിട്ടുണ്ടാവും. ഇപ്പം ആശുപത്രിയിലെ ഒരു ജീവനക്കാരി ആയിരിക്കെ തന്നെയാണ് ഇങ്ങനെ അവയവം കൊടുക്കാൻ തീരുമാനിച്ചത്. അത് സാമ്പത്തിക സാഹചര്യം കൊണ്ടാവാം. ഇതുപോലെ ആശുപത്രിയിലെ മറ്റ് ജീവനക്കാരും അങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായവരാരെങ്കിലും ഉണ്ടോ? അങ്ങനെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ? അനുഭവമുള്ളവരുണ്ട്. പക്ഷെ ആരും പുറത്ത് പറയില്ല. ഒന്നാമത്തെ ജോലി പോണ കാര്യം, പിന്നെ സാമ്പത്തികം, പിന്നെ ഈ നമ്മളിത് കൊടുത്തെന്നാലും നമ്മുടെ കടങ്ങളൊന്നും തീരുന്നുമില്ല, പ്രശ്നങ്ങളും തീരുന്നില്ല. പഴയപടി പോലെ തന്നെ പോവുക തന്നെ ചെയ്യും. ആരോഗ്യപരമായിട്ടും മോശമായിട്ടും പോകും. ഈ ആശുപത്രിയിലെ ജീവനക്കാരിയായിരുന്ന് ഇങ്ങനെ ഏജന്റിന് അല്ലെങ്കിൽ അവയവദാനത്തിന് സാധ്യമല്ല, അങ്ങനെ ഒരു നിയമം ആശുപത്രിയിലുണ്ടോ? ആശുപത്രി ജീവനക്കാരി ആയിരുന്നുകൊണ്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിക്കത്തില്ല. കാരണം ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഹോസ്പിറ്റലിന് മോശപ്പേരുണ്ടാവും എന്നുള്ള വ്യക്തത അവർക്കുണ്ട്. ഹോസ്പിറ്റലുകാരി അതായത് ഹോസ്പിറ്റൽ ജീവനക്കാരി ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ജീവനക്കാരുടെ കിഡ്നി കൊടുത്ത് കാശ് മേടിക്കണം എന്നുള്ള ഒരു പേര് കൂടി വരുന്നത് കൊണ്ടിട്ട് അവരത് റിസൈൻ ചെയ്ത് വേണമെങ്കിൽ കൊടുക്കാം എന്നുള്ള ഒരു ഇതിലേക്ക് വരും. അല്ലെങ്കിൽ അവിടെ നടക്കത്തില്ല എന്നുള്ള ഒരു ഇതിലാണ് പോണത്. രഹസ്യമായിട്ട് എന്തായാലും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഈ ഷാജിയെ പോലെയുള്ള നിരവധി ആളുകൾ ഉണ്ടോ? അവിടെ വന്നു പോകുന്നവരുണ്ടോ? നിരവധി ആളുകളുണ്ട്. ഉണ്ട്. കൊച്ചിയിലെ മറ്റ് ഏതൊക്കെ ആശുപത്രികളിലാണ് ഇങ്ങനെ ഏജന്റുമാർ ഇടപെട്ടുകൊണ്ട് അവയവം കൊടുക്കാൻ സജ്ജമായി നിൽക്കുന്നത്? മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലുണ്ട്, ലൂർദ് ഹോസ്പിറ്റലുണ്ട്, ആസ്റ്റർ ഉണ്ട്, രാജഗിരി ഉണ്ട്, അമൃതയുണ്ട്. ഈ ആശുപത്രികളിലൊക്കെ ഇത്തരം ശ്രമങ്ങൾ ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത് അല്ലേ? ശ്രമങ്ങളല്ല, നടന്നു വരുന്ന കാര്യങ്ങളാണ് അവിടെയൊക്കെ. ഈ സംസ്ഥാനത്ത് ഇത് സംബന്ധിച്ചൊരു നിയമമുണ്ട്, അവയവ ദാനത്തിന് കൃത്യമായ സംവിധാനങ്ങളുണ്ട്. അപ്പം ഇത് സംബന്ധിച്ച അന്വേഷണങ്ങളൊന്നും ഉണ്ടാവാറില്ലേ ഒരു തരത്തിലും? ഇപ്പോ ഒരു ഡോണർ പേപ്പർ കാര്യങ്ങളെല്ലാം പഞ്ചായത്ത് തലത്തിൽ നിന്നും പിന്നെ വില്ലേജ് എന്നൊക്കെയുള്ള പേപ്പറുകളൊക്കെ റെഡിയാക്കി അവര് SP ഓഫീസിലേക്ക് അയച്ചു കഴിയുമ്പോൾ ശരിക്കും SP ഓഫീസിൽ നിന്ന് ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് റിപ്പോർട്ട് വിടും. ഇത് അന്വേഷിച്ച് അവർക്ക് മറുപടി കൊടുക്കാൻ പറഞ്ഞു.
സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ പേരിൽ കൊടുക്കാൻ വന്നിട്ടുള്ളതാണെന്ന് ഈ പോലീസ് സ്റ്റേഷനിൽ അവർക്കറിയാം. എങ്കിലും ഒട്ടുമിക്ക ആൾക്കാർക്കും അവര് പറയണ അനുസരിച്ച് റിപ്പോർട്ട് എഴുതി കൊടുക്കാറുണ്ട്. അതില് തീരെ ഡൗട്ടുള്ളവർക്ക് മാത്രമേ അവര് കൊടുക്കാത്ത രീതിയിൽ ഒരു പിൻവാങ്ങൽ ഉണ്ടാവാറുള്ളൂ. ഒരു തരത്തിലും അവർ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ അല്ലെ യോജിക്കാൻ പറ്റാത്ത ഏതെങ്കിലും സാഹചര്യത്തിൽ മാത്രമേ കൊടുക്കാതിരിക്കുള്ളൂ. അങ്ങനെ കൊടുക്കാതിരിക്കുന്ന കേസ് ഇവർ കേസ് പറഞ്ഞ് വക്കീലിനെ കൊണ്ട് കേസ് പറഞ്ഞ് ആ പേപ്പർ വാങ്ങിച്ചെടുക്കാറുണ്ട്. നിങ്ങൾ ജീവനക്കാർക്കിടയിൽ ഇങ്ങനെ ഈ അവയവ ദാനവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, ചികിത്സാ നടപടികൾ, ഏജന്റിന്റെ ഇടപെടൽ ഇതൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാറില്ലേ? ആ സംശയം ഈ ഓഫീസ് ആശുപത്രി മാനേജ്മെന്റിനെ അറിയിക്കാൻ അങ്ങനെയൊക്കെ ശ്രമിക്കാറില്ലേ നിങ്ങൾ? മാനേജ്മെന്റിന് ഇപ്പൊ ഞാൻ എന്റെ ഉള്ള സത്യം, അതായത് എന്റെ അനുഭവം തുറന്നു പറഞ്ഞതിന്റെ പേരിലാണല്ലോ അവരെന്നെ പറഞ്ഞു വിട്ടത് ഹോസ്പിറ്റലിൽ ജോലി. അതുപോലെ തന്നെ ഈ 2 സ്റ്റാഫ് ഈ സാമ്പത്തികം ഇവര് കൊടുക്കണത് കുറവാണ്, കൂടുതൽ കിട്ടും എന്ന് പറഞ്ഞതിന്റെ പേരിലും പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പൊ മാനേജ്മെന്റ് എടുക്കയിൽ എന്തെങ്കിലും നമ്മൾ മോശമായിട്ട് ഇവര് കാണിക്കുന്നതിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു വിടുന്നത് സ്റ്റാഫിനായിരിക്കും. അവിടെ നടക്കുന്നത് പുറത്ത് പറയാതിരിക്കാൻ അവർ പറഞ്ഞു വിടും. ഇപ്പൊ എന്റെ കാര്യത്തിലും അങ്ങനെ സംഭവിച്ചത്. ഞാൻ എന്റെ അടുക്കല് ഈ ഷൈൻ എന്ന് പറയുന്ന ഷാജിയുടെ കെയർ ഓഫിൽ വന്ന, അതായത് എനിക്കറിയില്ലായിരുന്നു, പിന്നീടാണ് ഇതൊക്കെ അറിയണത്. സജി ചെറിയാൻ എന്ന മന്ത്രിയുടെ PA ആയിരുന്ന ഫിലിപ്പ് സാറിന്റെ കെയർ ഓഫിൽ വന്ന ഒരു ഡോണറും പേഷ്യന്റും, ആ ഡോണറിന്റെ അമ്മേനെ എന്റെ അടുക്കെ കൊണ്ടുവന്ന് ഇരുത്തി. എനിക്കറിയില്ല, അവർ എന്റെ അടുക്കെ കൊണ്ടുവന്ന് ഇരുത്തിയതാണ്. അവരെന്നോട് സംസാരിച്ചപ്പോ ഞാൻ അവരോട് ചോദിച്ചു, ഷൈന്റെ കൂടെ നടക്കണ കണ്ടായിരുന്നല്ലോ, എന്തിനായിരുന്നു വന്നത്? ഡൊണേറ്റിന്റെ കാര്യമായിട്ട് വന്നതാണോ, ആരെങ്കിലും ഇവിടെ അഡ്മിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു അവര് മോള് ഡൊണേറ്റ് ചെയ്യാൻ വന്നെന്നാ പറഞ്ഞത്. അവരുടെ മോള് ഡൊണേറ്റ് ചെയ്യാൻ വന്നു. ഞാൻ പറഞ്ഞു, നിങ്ങള് സാമ്പത്തികപരമായിട്ട് വന്നതാണെന്നുള്ളത് എനിക്ക് ഊഹിക്കാം. കാരണം ഞാൻ ഈ ഇത് കടന്നു വന്ന ഒരാളാണ്. പൈസ മേടിക്കാതെ ഒരാളും ഇതിനകത്തേക്ക് കടന്നു വരില്ല. നമ്മുടെ ബുദ്ധിമുട്ട് കാരണമാണ് വന്നത്. പക്ഷെ നോക്കിയും കണ്ടും വാങ്ങിക്കുകയും നോക്കിയും കണ്ടും നിന്നോണം അവരുടെ അടുക്കല് എന്നുള്ള ഒരു ഇതാണ് ഞാൻ അവരോട് സംസാരിച്ചത്. അപ്പൊ അത് പറഞ്ഞിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് കയറി പോവാന്നും പറഞ്ഞ് പോയതിന്റെ പുറകെയാണ് ഇവര് ഈ ഏജന്റിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞിട്ട് എനിക്കെതിരെ ഹോസ്പിറ്റലുകാരുടെ അടുക്കെ കൊണ്ട് കംപ്ലൈന്റ് കൊടുത്ത കംപ്ലൈന്റ് ഞാൻ ഹോസ്പിറ്റൽ കൊള്ളത്തില്ലാന്നും അടുത്ത സർജറി കൊള്ളത്തില്ലാന്നും അവിടുത്തെ ഡോക്ടേഴ്സ് കൊള്ളത്തില്ല എന്നും ഒക്കെ പറഞ്ഞ് ഏജന്റുമാര് കള്ളന്മാരും എന്നൊക്കെ പറഞ്ഞുള്ള ഒരു രീതിയിലുള്ള ഒരു കംപ്ലൈന്റ് ആണ് എനിക്കെതിരെ കൊടുത്തത് ഹോസ്പിറ്റലിൽ. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടുമില്ല, 2 മിനിറ്റിൽക്കുള്ളിൽ ഇവരോട് സംസാരിച്ചിട്ടുമില്ല. പക്ഷേ അത് കൊടുത്തത് ആ സ്ത്രീയും അല്ല, കൊടുത്തത് ഈ ഏജന്റാണ്. ഏജന്റ് അങ്ങനെ എഴുതിയാണ് അവിടെ കൊടുത്തത്. ഞാനത് അവരോടൊക്കെ സംസാരിച്ചു. ഞാൻ ഈ ഏജന്റിനെതിരെ ഒരു കേസ് ഉണ്ട്, FIR ഇട്ട് നടക്കുന്ന ഒരു കേസ് പനങ്ങാട് പോലീസ് സ്റ്റേഷനിലുണ്ട് എന്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവർ ഈ പരാതി എനിക്കെതിരെ തന്നേക്കണത്. ഇവരെന്റെ ജോലി കളയിക്കുമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് മാനേജ്മെന്റ് അവിടുത്തെ ശങ്കർ സാറ്, പ്രദീപ് സാറ്, പിന്നെ ജയേഷ് സാറ്, മേഘ, ഇവരെല്ലാരും കൂടി ഇന്നുണ്ട് എനിക്കെതിരെയാണ് സംസാരിച്ചത്. അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എനിക്കെതിരെയാണ് സംസാരിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ഏജന്റുമാര് പറയണത് കള്ളമാണ്. 13 വർഷം ജോലി ചെയ്ത ഞാൻ പറയണൊന്നും സാറിന് വിശ്വാസം അല്ലേ എന്ന് ഞാൻ ചോദിച്ചു. അവർക്ക് അതൊന്നും അറിയണ്ട, അവര് പറയണതാണ് വിശ്വാസം. അതിന്റെ പേരിൽ 3 മിനിറ്റിനുള്ളിൽ ഹരാസ് ചെയ്ത്, അതായത് റൂമിൽ നിർത്തി എന്നെ വല്ലാണ്ട് വേദനിപ്പിച്ച് സംസാരിച്ചേച്ചുമാണ് 3 മിനിറ്റിനുള്ളിൽ ഞാൻ റിസൈൻ എഴുതി സ്വയം പോണോന്നും പറഞ്ഞ് എന്നെ വേദനിപ്പിച്ചുകൊണ്ട് ഞാൻ കരഞ്ഞ് നിലവിളിച്ചാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. വല്ലാണ്ട് ഒരു 2 മണിക്കൂറോളം റിക്കവറായി വരാൻ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഇതെന്താണ് ഈ സംഭവം നടക്കുന്നത്? മാർച്ച് ഒരു 17-ആം തീയതിക്കുള്ളിൽ എങ്ങാണ്ടാന്ന് തോന്നുന്നു. 7-ആം തീയതിയാണ് ഇവർ കംപ്ലൈന്റ് കൊടുത്തത്. 15 ദിവസത്തിനുള്ളിലാണ് പിന്നെ എന്നെ വിളിച്ചത്. അവിടെ 22 തോന്നുന്നു, മാർച്ച് 22, 23 അങ്ങനെ ഒരു ഡേറ്റാ. അപ്പോഴത്തേക്കും എന്നെ വിളിച്ചിട്ട്
ഇങ്ങനെ പറഞ്ഞു, ഞാൻ സ്വന്തമായിട്ട് പൊക്കോണം, പിന്നെ ഇവിടെ നിർത്താൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ. കാരണം ഏജന്റുമായി, അല്ലെങ്കിൽ ഞാൻ ഏജന്റിന്റെ അടുക്കെ പോയി പറഞ്ഞ് അവരെ കൊണ്ട് വിളിപ്പിച്ച് മാപ്പ് പറഞ്ഞ് സംസാരിച്ചാൽ നോക്കാം എന്റെ ജോലിയുടെ കാര്യമെന്ന് പറഞ്ഞു. അപ്പൊ ഏജന്റിനെ ഏജന്റുമായിട്ടുള്ള ഉടക്ക് അവർക്കത് സമ്മതമല്ല. കാരണം ഏജന്റാണ് അവർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കണത്, ഞാനല്ല. ഞാൻ എന്നുള്ളൊരു സ്റ്റാഫിന് പകരം അവർക്ക് 2 പേരെ കിട്ടും. എനിക്ക് തന്നെ സാലറിക്ക് പകരം 2 പേരെ നിർത്തി 2 പേർക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ഏജന്റുമാർ അങ്ങനെയല്ല, അവര് കൊണ്ടുവന്ന് കൊടുക്കണ വരുമാനം കോടികളാണ്. ഇപ്പോൾ എവിടെയെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ എവിടെയെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇവരിതിന് ശേഷം എനിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് ഒക്കെ തന്നു, പക്ഷെ കയറിയിട്ടില്ല. മാനസികമായിട്ടും വിഷമായിപ്പോയി എനിക്കത്. കാരണം തെറ്റ് ചെയ്യാതെ തെറ്റ് അവർ ആരോപിച്ച് എന്നെ പറഞ്ഞു വിട്ടത് എനിക്ക് വല്ലാത്ത. എത്ര വർഷം, ഞാൻ 13 വർഷം ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിട്ടുള്ളതാണ്. അവിടെ സ്റ്റാഫ് പോലും ആകാതെ നിൽക്കുന്നതാണ് HR മാനേജർ എന്ന് പറയുന്ന പ്രദീപ് സാറ്. ഇത്രയും വർഷം സീനിയോറിറ്റി ഉള്ള എന്നെ പറഞ്ഞു വിടാനുള്ള യാതൊരു യോഗ്യതയും അത് സാറിനില്ല. ഈ ഷാജിയിൽ നിന്നും, ഈ ഷൈൻ എന്ന ഷാജിയിൽ നിന്നും മോശപ്പെട്ട അനുഭവം ഉണ്ടായതെന്നാണ്? ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ ഫെയർലി പറഞ്ഞിട്ടുണ്ട്. ശാരീരികമായും മാനസികമായും ഒക്കെ അവരെന്നെ ഇതാക്കിയിട്ടുണ്ട്. അത് വിശദീകരിക്കാൻ ഓക്കെ, വേണ്ട. അത് പോലീസിൽ പരാതി അത് രേഖാമൂലം നൽകിയിട്ടുമുണ്ട് അല്ലേ? രേഖാമൂലം നൽകിയിട്ടുണ്ട്. ഉണ്ട്. അന്ന് ഇപ്പം ആ പരാതി നൽകിയതിന് ശേഷം പോലീസ് ഇപ്പോൾ ഈ കേസ് എടുത്തിരിക്കുന്നത് ഏതൊക്കെ വകുപ്പുകളിൽ, ഏതൊക്കെ പ്രശ്നങ്ങളിലാണ് കേസ് എടുത്തിരിക്കുന്നത്? ആദ്യമേ ഞാൻ കേസ് കൊടുത്തിട്ട് തീരുമാനങ്ങളൊന്നും ആകാഞ്ഞിട്ട് ഞാൻ കമ്മീഷൻ ഓഫീസർ സുദർശൻ എന്ന് പറയുന്ന സാറ് ഒരു നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് തന്നെ ഒരു പോലീസുകാരൻ എന്നോട് പറഞ്ഞു, നീതി കിട്ടണമെങ്കിൽ ആ സാറിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ പറയുവാണെങ്കിൽ സാറ് അത് വേണ്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞു വന്നിട്ടാണ് ഞാൻ അവിടെ നിന്ന് ആദ്യമേ കൊടുത്ത പേപ്പർ അവർ റിജക്റ്റ് ആക്കിയിട്ടുള്ള ഒരു പേപ്പർ തന്നപ്പോ അതുമായിട്ട് ഞാൻ അവിടെ പോയത്, കമ്മീഷൻ ഓഫീസിൽ പോയത്. സാറിനോട് ഞാൻ എന്റെ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞതിന് ശേഷം സാറ് പറഞ്ഞു റിട്ടേൺ കംപ്ലൈന്റ് കൊടുക്കാൻ പറഞ്ഞു. റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തപ്പോഴാണ് സാറ് FIR ഇട്ട് കേസ് അന്വേഷിക്കാൻ പനങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് ആവശ്യപ്പെട്ടത്. രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷിക്കാൻ പറഞ്ഞു. അങ്ങനെ അതിനുശേഷം മാത്രമാണ് പനങ്ങാട് പോലീസ് സ്റ്റേഷനിൽ കേസ് അന്വേഷിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തത്. ഷാജി ഇപ്പൊ എവിടെയാണ്? ഒളിവിലാണോ? ഷാജി ഒളിവിലാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഷാജിയുടെ കൂടെയുള്ളവരും ഒളിവിലാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവരൊരു സംഘമാണോ പ്രവർത്തിക്കുന്നത്? സംഘമാണ്. അവര് തന്നെ 4 പേരുണ്ട്. അതായത് ഈ ഡോണറുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന, അല്ലെ പേഷ്യന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന തുകയുടെ നല്ലൊരു ശതമാനവും ഇവരിലേക്കാണ് പോകുന്നത് അല്ലെ? അവരിലേക്കാണ് പോകുന്നത്. 8 ലക്ഷം അറിയാവുന്ന, ഏറ്റവും കൂടുതൽ ഇതിനെപ്പറ്റി അറിയാവുന്ന ഒരാളാണെങ്കിൽ വില പേശി 10 ലക്ഷം രൂപ വരെ പറഞ്ഞതിന് ശേഷമേ അവര് വരത്തുള്ളൂ. അത് കൊടുത്തില്ലേ വരില്ല എന്ന് പറയും. വേറുള്ള ആൾക്കാര് അതിലും മേലെ കൊടുക്കണമെന്നുള്ള ഒരു ഇതൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ 10 ലക്ഷം രൂപ, അതിൽ കൂടുതലൊന്നും കൊടുക്കത്തില്ല. ഏറ്റവും കുറഞ്ഞത് 8-8.5 ലക്ഷം രൂപ വരെ ഇവര് കൊടുത്ത് സർജറി ചെയ്യിപ്പിക്കാറുണ്ട്. അതിന്റെ ഇരട്ടിയാണ് ഇവർക്ക് കിട്ടുന്നത്. ശരി. ഈ ഷാജിക്ക് സമാനം ഇവർ കേരളത്തിൽ വ്യാപകമായ ഇടപെടലുകൾ നടത്തുന്നുണ്ടോ? ഇങ്ങനെ ആളുകൾക്ക് രീതിയിലുണ്ട്. ഉണ്ട്. അപ്പം പണമുള്ളവന് എളുപ്പത്തിൽ അവയവം കിട്ടും, അങ്ങനെ ഒരു സംവിധാനമാണോ ഉള്ളത് ഈ ആശുപത്രികളിലൊക്കെ? പണമുള്ളവന് എളുപ്പത്തിൽ അവയവങ്ങൾ കിട്ടുമോ? ഈ മറ്റു നിയമപ്രശ്നങ്ങളൊന്നുമില്ലാതെ പൈസ ഉണ്ടെങ്കിൽ ഏജന്റിനെ സമീപിച്ചാൽ പൈസ കിട്ടും. അവര് പൈസ ഉണ്ടെങ്കിൽ എല്ലാം പേപ്പർ കാര്യങ്ങളാണെങ്കിലും എല്ലാം റെഡിയാക്കിയിട്ട് ഈ കാര്യങ്ങൾ നടത്തി കൊടുത്തിരിക്കും. ഒരു കേസ് വന്നാല് അവര് പേഷ്യന്റിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ ഇവരിത് ചെയ്തു കൊടുക്കുമെന്നുള്ള വിശ്വാസത്തിലാണ്. പിന്നെയും ഇപ്പൊ ഒരു പേഷ്യന്റ് സർജറി കഴിഞ്ഞ് പോയാൽ എത്ര രൂപ മുടക്കിയിട്ടാണെങ്കിലും ഡോണറിനെ കിട്ടുമെന്നുള്ള പേരിൽ ഇവരെ തന്നെ കോണ്ടാക്ട് ചെയ്യുകയും ചെയ്യും. ഹോസ്പിറ്റലിൽ നിന്ന് കോണ്ടാക്ട് ഉണ്ട് ഇവർക്ക്, പേഷ്യന്റിനെ കൊടുക്കാനുള്ള കോണ്ടാക്റ്റുള്ള സാറന്മാരൊക്കെ ഉണ്ട് അവിടെ. എന്തായാലും താങ്കൾ നടത്തുന്ന ഈ നിയമ പോരാട്ടത്തിന് എല്ലാവിധ പിന്തുണയും, പോലീസിന്റെ ഭാഗത്തു നിന്നും ഇടപെടലുകൾ ഉണ്ടാവട്ടെ. വലിയ സജീവമായ